ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രീൻ്റെ റെക്കോർഡഡ് വീഡിയോസ് ആണ്. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ നമുക്ക് വരുന്ന ടോപ്പിക്സ് ആണ് ഇതെല്ലാം. റെക്റ്റാങ്കുലർ കാർട്ടീഷ്യൻ സിസ്റ്റം, ഇക്വേഷൻ ഓഫ് ലൈൻ, ഡിസ്റ്റൻസ് ഫോർമുല, മിഡ് പോയിൻറ്റ്, പിന്നെ ഇൻ്റർസെക്ഷൻ, പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻ, ഇക്വേഷൻ ഓഫ് സർക്കിൾ, പാരബോള, എലിപ്സ്, ഹൈപ്പർബോള, സിമ്പിൾ ജോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ്. ഇത്രയും പാർട്ട് ഞാൻ എങ്ങനെയും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം റെക്റ്റാങ്കുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, അതായത് ഇതാണ് നമ്മളൊരു പോയിൻ്റ് വരയ്ക്കുകയാണ്, ഒരു പ്ലെയിനിൽ നമ്മളൊരു പോയിൻ്റ് വരയ്ക്കുകയാണ്. സപ്പോസ് ഇത് 3.2 ഇത് ഇങ്ങനൊരു ഡോട്ട് ഞാനൊരു പോയിൻ്റ് ഒരു പ്ലെയിനിൽ ഞാൻ ഇട്ടു, 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു പേപ്പറിൽ. അപ്പോൾ ഇതിനെ എനിക്ക് പോയിൻ്റ് ചെയ്യാൻ, ഇതിനെ എനിക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കാർട്ടീഷ്യൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ എന്താ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു എക്സ് ആക്സിസ് പിന്നെ ഒരു വൈ ആക്സിസ് ഉണ്ടാവും. ഈ എക്സ് ആക്സിസിലെ 3 യൂണിറ്റ്സ്, വൈ ആക്സിസിലെ 2 യൂണിറ്റ്സ് എടുക്കുമ്പോഴാണ് ഈ 3.2 എന്നുള്ള പോയിൻ്റ് എനിക്ക് കിട്ടുന്നത്. അതുപോലെ ഈ എ എന്ന പോയിൻ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതുപോലെ എൻ്റെ എക്സ് ആക്സിസിലുള്ള 2, അതുപോലെ വൈ ആക്സിസിലുള്ള 3, 2,3 ആണ് ഈ പോയിൻ്റ്. അങ്ങനെ ഒരു പ്ലെയിനിലെ ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ ഓഫ് പോയിൻ്റ് ഇൻ സ്പേസ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഡയമെൻഷനെ പറ്റിയുള്ളത് മാത്രമേ നമുക്ക് LBS എക്സാമിൽ ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ. ഇതിൽ വരുന്ന ആക്സിസുകളാണ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഓക്കെ, അങ്ങനെ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ നമ്മുടെ പ്ലെയിനിനെ 4 ഭാഗങ്ങളായിട്ട് തിരിക്കും. അതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എക്സ് വാല്യൂസ് വൈ വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡിൽ എക്സ് നെഗറ്റീവ് ആയിരിക്കും, വൈ വാല്യൂസ് പോസിറ്റീവ് ആയിരിക്കും. തേർഡിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. ഫോർത്തിൽ എക്സ് വാല്യൂസ് പോസിറ്റീവ് ആയിരിക്കും, വൈ വാല്യൂസ് നെഗറ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇങ്ങനെ ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്, കണ്ടോ, എക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അതുപോലെ വൈ എന്ന് പറയുമ്പോൾ നമുക്ക് 3 ആണ്, -3 ആണ്. ഓക്കെ, സോ പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ഇതിനെയാണ് ക്വാഡ്രൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ആക്സിസുകൾ നമ്മളുടെ പ്ലെയിനിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 ക്വാഡ്രൻറ്റ്സ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻസ് ഓഫ് ലൈനിലേക്ക് പോവാം. ആദ്യം ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുമ്പോൾ AX + BY + C = 0 എന്നതാണ്. ഇവിടെ എയും ബിയും എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസ് ആണ്. സി എന്ന് വരുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇങ്ങനെയാണ് ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ നമ്മളൊരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് എഴുതുന്നത്. ഈ ലൈനിൻ്റെ ഇക്വേഷൻ AX + BY + C = 0 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഓരോ ലൈൻസിൻ്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ 2 പോയിൻ്റ് ഫോം നമുക്ക് x1 x2 പണ്ട് x1, y1, അതുപോലെ x2, y2 എന്ന് പറഞ്ഞിട്ട് 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്. y - y1 = y2 - y1 / x2 - x1 × x - x1. ഈ വൈയും എക്സും തന്നെയാണ് കേട്ടോ, ആ ലെറ്റേഴ്സ് തന്നെയാണ്. ബട്ട് ഈ y1ൻ്റെ അവിടെ നമ്മൾ നമ്മുടെ 2 പോയിൻറ്റ്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഈ എക്സാമ്പിൾ നോക്കുക, 1,2 എന്നും 4,8 എന്നും പറഞ്ഞിട്ട് 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഈ 2 പോയിൻറ്റ്സും തമ്മിൽ വരുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, സപ്പോസ് ഇതിനെ ഞാൻ x1, ഇതിനെ y1, ഇതിനെ x2, ഇതിനെ y2 ആക്കിയിട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താ, y - y1, അതായത് y - 2 = y2 - y1, അതായത് 8 - 2 / x2 - x1, അതായത് 4 - 1 × x - x1 which is 1. ഇങ്ങനെ എഴുതാം. സോ ഇതിനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് y - 2 = 6/3 × x - 1 എന്ന് വരും, which is y - 2 = 2 × x - 1. ഓക്കെ, which is y = 2x എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ. അതായത് ഈ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈനിലുള്ള ഏതെങ്കിലും 2 പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ 2 പോയിൻറ്റിൽ നിന്നും നമ്മൾ ആ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇതാണ് 2 പോയിൻ്റ് ഫോം. ഈ ഫോർമുല പഠിക്കുക. അടുത്തത് നമുക്കൊരു പോയിൻറ്റും അതിലുള്ള നമ്മുടെ ലൈനിൻ്റെ സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും. അതായത് ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ സിസ്റ്റം. ഇതിൽ ഇങ്ങനൊരു ലൈന് പോകുന്നുണ്ട്. അപ്പോൾ ഈ ലൈനിൽ എവിടെയെങ്കിലുമുള്ള ഒരു പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് x1, y1.
പോയിന്റ് തന്നിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഈ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഞാൻ പാരലായിട്ട് എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെയാണ് സ്ലോപ്പ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ എം എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്ലോപ്പും ഒരു പോയിന്റും തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. സപ്പോസ് 2,3 എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റും 4 എന്ന് പറഞ്ഞിട്ട് സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല y മൈനസ് ഇത് x1 ഇത് y1. സോ y മൈനസ് 3 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് മൈനസ് 2. ഓക്കെ, സോൾവ് ചെയ്ത് സിംപ്ലിഫൈഡ് ഫോം ആക്കിയിട്ട് ആൻസർ ചെയ്താൽ. ഓക്കെ, അടുത്തത് ഇനി കുറച്ച് ഫോംസിന് ഇൻ്റർസെപ്റ്റിനെ പറ്റി പറയാം. അതായത് നമ്മളിങ്ങനെ ലൈൻ വരയ്ക്കുകയാണ് നമ്മുടെ പ്ലെയിനിൽ. നമ്മുടെ ഒരു എക്സ് വൈ പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിനിൽ കൂടെ ഞാനിങ്ങനെ ലൈൻ വരയ്ക്കുമ്പോൾ അതെൻ്റെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടാവില്ലേ? ഇതുണ്ടോ, ഇതാണ് ഇപ്പോൾ എൻ്റെ പ്ലെയിൻ, ഇതാണ് എൻ്റെ എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഇത് ഇവിടെ നമുക്ക് വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്നൊരു പോയിൻറ്റും എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്നൊരു പോയിൻറ്റും കണ്ടില്ലേ? ഇങ്ങനത്തെ പോയിൻറ്റ്സിനെയാണ് നമ്മൾ ഇൻ്റർസെപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ വരുന്ന ഇൻ്റർസെപ്റ്റിനെ എക്സ് ഇൻ്റർസെപ്റ്റ്, വൈ ആക്സിസിൽ വരുന്ന ഇൻ്റർസെപ്റ്റിനെ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റിലെ പ്രത്യേകത നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, വൈൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുപോലെ വൈ ഇൻ്റർസെപ്റ്റിൽ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ലൈൻ തന്നിട്ട് അതിന് എക്സ് ഇൻ്റർസെപ്റ്റോ വൈ ഇൻ്റർസെപ്റ്റോ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എക്സ് ഇൻ്റർസെപ്റ്റാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വൈ ഈക്വൽ ടു 0 കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു സാധനം കിട്ടും, അതായിരിക്കും നമ്മുടെ എക്സ് ഇൻ്റർസെപ്റ്റ്. അതുപോലെ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വൈൻ്റെ ഒരു വാല്യൂ കിട്ടും, അതായിരിക്കും വൈ ഇൻ്റർസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ അല്ലേ, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഇതായിരിക്കും നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇതിൽ നിന്നും എക്സ് ഇൻ്റർസെപ്റ്റാണ് കാണാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വൈൻ്റെ വാല്യൂവിന് 0 കൊടുക്കുക, എന്നിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇനിയിപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഈ ഒരു ഫോർമുല തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി, ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് എഴുതുമ്പോൾ ഈ വൈൻ്റെ വാല്യൂയും എക്സിൻ്റെ ഭാഗവും നോക്കാണ്ട് ഈ സി എന്ന് പറഞ്ഞിട്ട് മാത്രം ഒറ്റയ്ക്ക് വരുന്നൊരു ഭാഗം ഉണ്ടാവില്ലേ, ഇത് എന്ന് പറയുന്നത് വൈൻ്റെ ഇൻ്റർസെപ്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ ലൈൻ ഇവിടെ മീറ്റ് ചെയ്യില്ല, വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും ഈ സി എന്ന വാല്യൂ. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിനെ പറ്റി മെൻഷൻ ചെയ്യാൻ കാരണം. ഇൻ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം സി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ് ആയിരിക്കും. അതുപോലെ എക്സ് ഇൻ്റർസെപ്റ്റ് കാണണമെങ്കിൽ നിങ്ങൾ മാനുവലി വൈ ഈക്വൽ ടു 0 കൊടുത്തിട്ട് എക്സ് കാണണം. ഇനി ഇൻ്റർസെപ്റ്റ് ഫോം ഒരു ഫോം ഉണ്ട്, അതാണ് ഈ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇങ്ങനെയാണ് നിങ്ങളുടെ ലൈനിൻ്റെ ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ എക്സിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്ന എ ആയിരിക്കും എക്സ് ഇൻ്റർസെപ്റ്റ്, വൈൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്ന ബി ആയിരിക്കും വൈ ഇൻ്റർസെപ്റ്റ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പോൾ ഇൻ്റർസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായാലേ ഇൻ്റർസെപ്റ്റ് ഫോം പഠിച്ചിട്ട് തരുള്ളൂ, അതുകൊണ്ടാണ് ഇൻ്റർസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ഫോമിൻ്റെ പ്രത്യേകത ഇതാണ്, എക്സിൻ്റെ താഴെ കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഇൻ്റർസെപ്റ്റും വൈൻ്റെ താഴെ കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റും ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2x ബൈ 3 പ്ലസ് വൈ ബൈ 6 ഈക്വൽ ടു 1. ഇതിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ എക്സിൻ്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സാധനം, അതായത് 2x ബൈ 3 എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് ബൈ 3 ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് വൈ ബൈ 6 ഈക്വൽ ടു 1. സോ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 3/2 ആണ്, വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് മേക്സ് ഈക്വൽ ഇൻ്റർസെപ്റ്റ് ഓൺ ബോത്ത് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ? എക്സിൻ്റെ താഴെ വരുന്ന വാല്യൂയും വൈൻ്റെ താഴെ വരുന്ന വാല്യൂ ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ എ ഈക്വൽ ടു 1 എന്ന് എഴുതുമ്പോൾ അതൊരു ഈക്വൽ ഇൻ്റർസെപ്റ്റ് വരുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ്. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എ, ഇങ്ങനെയാണ് നിങ്ങളുടെ ലൈൻ എന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും ഈക്വൽ ആയിരിക്കും. ദേ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡയഗ്രാം. ഓക്കെ, അടുത്തതായിട്ട് ദേ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇതിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് കാണാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ് ഇൻ്റർസെപ്റ്റ് കാണണമെങ്കിൽ വൈൻ്റെ വാല്യൂ 0 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്താവും? ഇത് 0 ആവും. അപ്പോൾ 2x മൈനസ് 0 പ്ലസ് 6 ഈക്വൽ ടു 0. സോ 2x ഈക്വൽ ടു മൈനസ് 6, എക്സ് ഈക്വൽ ടു മൈനസ് 3. സോ എക്സ് മൈനസ് 3യും വൈ 0യും, അതാണ് നമ്മുടെ എക്സ് ഇൻ്റർസെപ്റ്റ്. ഇനി വൈ ഇൻ്റർസെപ്റ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സിന് 0 കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? മൈനസ് 3y പ്ലസ് 6 ഈക്വൽ ടു 0, അതായത് മൈനസ് 3y ഈക്വൽ ടു മൈനസ് 6, അതായത് y ഈക്വൽ ടു 2 എന്ന് വരും. അതായത് 0, 2 ആണ് വൈ ഇൻ്റർസെപ്റ്റ്.
അടുത്തത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. നേരത്തെ പറഞ്ഞതാണ്, ഇങ്ങനെ y = mx + c എന്ന് പറയുന്നതിനെയാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുന്ന് c എന്ന് പറയുന്നത് y ഇൻ്റർസെപ്റ്റ് ആയിരിക്കും. വേറൊരു പ്രത്യേകതയുണ്ട്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന സാധനം നമ്മളുടെ ലൈനിൻ്റെ സ്ലോപ്പ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ലൈൻ എന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഇതിനെയാണ് സ്ലോപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്ലോപ്പ് കാണാൻ നമുക്ക് ചോദിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ y = mx + c എന്നൊരു ഫോമിൽ എഴുതണം. അപ്പോൾ അതായത് വൈൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആയിരിക്കണം, c എന്ന് പറയുന്നത് ഒറ്റയ്ക്കായിരിക്കണം, എക്സിൻ്റെ അവിടെ വരുന്ന കോഎഫിഷ്യൻ്റ് ആയിരിക്കും നമ്മുടെ ലൈനിൻ്റെ സ്ലോപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് y ഇൻ്റർസെപ്റ്റും സ്ലോപ്പും കാണാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ ജസ്റ്റ് y = mx + c എന്നുള്ള ഫോമിൽ എഴുതിയാൽ മതി. അതായത് വൈനെ മാത്രം ലെഫ്റ്റ് സൈഡിൽ വെച്ച് ബാക്കി എല്ലാത്തിനും റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുക. അപ്പോൾ എന്ത് വരും, -2y = -6 - 3x. അതായത് 2y = 3x + 6. അപ്പോൾ y = 3/2x + 3. അപ്പോൾ 3/2 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ലോപ്പ്. അതുപോലെ 3 ആണ് നമ്മുടെ y ഇൻ്റർസെപ്റ്റ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എന്താണെന്ന് ഇതുവരെ പറഞ്ഞതിൽ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ സപ്പോസ് നമുക്ക് 2 പോയിൻ്റ് തരികയാണ്, നമ്മുടെ ഒരു ലൈൻ ഉണ്ട്, ഈ ലൈനിലുള്ള 2 പോയിൻ്റ് തന്നിട്ടുണ്ട്, x1 y1 x2 y2. ഇങ്ങനെയുണ്ടെങ്കിൽ ആ 2 പോയിൻ്റ് വെച്ച് സ്ലോപ്പ് കാണാനുള്ള ഫോർമുലയാണ് y2 - y1 / x2 - x1. ഓക്കെ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ സ്ലോപ്പിനെ പറ്റി കുറച്ച് എക്സ്ട്രാ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്ലോപ്പ് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, m ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിങ്ങനെ പോസിറ്റീവ് സ്ലോപ്പാണ്. നെഗറ്റീവ് വാല്യൂ വരുന്നെങ്കിൽ അതൊരു നെഗറ്റീവ് സ്ലോപ്പാണ്. നമ്മുടെ സ്ലോപ്പ് m = 0 എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എക്സ് ആക്സിസുമായി പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ്. ഇനി m = നമുക്കിത് y2 - y1 / x2 - x1 ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ 0 ആവുന്നുണ്ടെങ്കിൽ അതൊരു അൺഡിഫൈൻഡ് നമ്പറാണ് അല്ലേ. എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് ഒരു അൺഡിഫൈൻഡ് നമ്പറാണ്. ഇങ്ങനെ അൺഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ലോപ്പ് ആയിരിക്കും, വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ ആയിരിക്കും. ഓക്കെ, ന്യൂമറേറ്ററിൽ 0 വന്നാൽ അത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനാണ്, ഡിനോമിനേറ്ററിൽ 0 വന്നാൽ അതൊരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനാണ്. ഓക്കെ, ഇനി സ്ലോപ്പിൽ മെയിനായിട്ട് വരുന്ന കോൺസെപ്റ്റ് പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതുപോലെ 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, 2 ലൈൻ പാരലൽ ആണെങ്കിൽ ആദ്യത്തെ ലൈനിൻ്റെ ആംഗിൾ m1ഉം രണ്ടാമത്തെ ലൈനിൻ്റെ ആംഗിൾ m2 എന്നാണെങ്കിൽ m1 വിൽ ബി ഈക്വൽ ടു m2. ഓക്കെ, പെർപെൻഡിക്കുലർ ലൈൻസ് ആണെങ്കിൽ m1 ഈസ് ഈക്വൽ ടു -1/m2. ഓക്കെ, അതായത് m1ൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. അതായത് m1 × m2 ചെയ്താൽ നമുക്ക് -1 കിട്ടും. സപ്പോസ് എൻ്റെ ഒരു ലൈനിൻ്റെ m എന്ന് പറയുന്നത് 1/2 ആണെന്ന് വെച്ചോ, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിൻ്റെ m2 സ്ലോപ്പ് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. അതായിരിക്കും എൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ m, അതായത് സ്ലോപ്പ്. അടുത്തത് ഇതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ലൈൻ പാസസ് ത്രൂ 5, -2 ആൻഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ y = 3x + 1. ഫൈൻഡ് ഇറ്റ്സ് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ XY പ്ലെയിനിൽ ഉള്ള ഒരു പോയിൻ്റ്, XY പ്ലെയിനിലുള്ള ഒരു ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോകുന്നത് 5, -2 ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ ഇരിക്കുന്നത്. നമ്മുടെ ലൈനുള്ള ഒരു പോയിൻ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലൈൻ പാസസ് ത്രൂ 5, -2 ആൻഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ y = 3/4x + 1. ഫൈൻഡ് ഇറ്റ്സ് ഇക്വേഷൻ. അപ്പോൾ നമുക്കിത് ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. പക്ഷേ ആകെ ഒരു പോയിൻ്റേ തന്നിട്ടുള്ളൂ. നമുക്കൊന്നില്ലെങ്കിൽ 2 പോയിൻ്റ് വേണം, അല്ലെങ്കിൽ ഒരു പോയിൻറ്റും സ്ലോപ്പും വേണം. സോ ഇവിടെ ഒരു പോയിൻറ്റും കൂടെ കിട്ടാൻ ചാൻസ് ഇല്ല, പക്ഷേ ഒരു സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നൊരു ലൈൻ ഉണ്ട്, അതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്ക്, y = mx + c എന്നുള്ള ഫോമാണ് അല്ലേ, വിച്ച് മീൻസ് 3/4 ആണ് ഈ ലൈനിൻ്റെ സ്ലോപ്പ്. സോ ഈ ലൈനിൻ്റെ സ്ലോപ്പ് 3/4 ആണെങ്കിൽ എൻ്റെ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും, -4/3 ആയിരിക്കും. അറിയാലോ, മനസ്സിലായാലോ?
റെസിപ്രോക്കലിൻ്റെ നെഗറ്റീവാണ് പെർപെൻഡിക്കുലർ സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ എൻ്റെ ഗിവൺ ലൈനിൻ്റെ സ്ലോപ്പ് 3/4 ആണ്. സോ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഞാൻ കണ്ടുപിടിക്കേണ്ട ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -4/3 ആണ്. സോ -4/3 എന്ന് പറഞ്ഞിട്ട് സ്ലോപ്പും കിട്ടി, 5, -2 എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോയിൻറ്റും കിട്ടി. സോ ഇനി പോയിൻ്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ കാണാം. സോ നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. y - y1 = m × x - x1. ഇവിടെ y എന്ന് പറയുന്നത് y തന്നെയാണ്, x എന്ന് പറയുന്നത് x തന്നെയാണ്. ഈ y - y1 എന്ന് പറയുമ്പോൾ -2 ആണ്. അല്ലെ x - x1 x1 എന്ന് പറയുന്നത് 5 ആണ്, m എന്ന് പറയുന്നത് -4/3 ആണ്. ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റായിട്ട് ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഫോം ഓഫ് ഇക്വേഷൻ കൂടെ നോക്കാം. അപ്പോൾ സപ്പോസ് എൻ്റെ പ്ലെയിനിൽ ഇതാണ് എൻ്റെ ലൈൻ എന്ന് വെച്ചോ. ഇതിനെ നോർമൽ ഫോമിലെ ഉള്ള ഇക്വേഷനാണ് x cos alpha + y sin alpha = p. അപ്പോൾ p എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒറിജിനിൽ നിന്നും ഞാൻ ആ ലൈനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് p എന്ന് വിളിക്കുന്നത്. ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈന് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ആൽഫ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്വന്തം ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല, ഈ ലൈനുമായിട്ട് നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിൻ്റെ ആംഗിളാണ് ആൽഫ. ഓക്കെ, അപ്പോൾ x cos alpha + y sin alpha = 0 ആണ് ഇതിൻ്റെ ഇക്വേഷൻ. p എന്നതാണ് ഇതിൻ്റെ ഇക്വേഷൻ. p എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആൽഫ എന്ന് വെച്ചാൽ ആ പെർപെൻഡിക്കുലർ ലൈനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വേഷൻ തന്നാൽ അതിൻ്റെ നോർമൽ ഫോം എങ്ങനെ കാണാം എന്നതിനെ പറ്റി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ax + by + c = 0 ഇങ്ങനെ ആയിരിക്കുമല്ലോ ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്നും മാഗ്നിറ്റ്യൂഡ് കാണണം. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസിൻ്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്ത് റൂട്ട് കാണാം. അതായത് √a² + b². ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമിന് ആദ്യം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ആദ്യത്തെ ടേമിൻ്റെയും രണ്ടാമത്തെ ടേമിൻ്റെയും മൂന്നാമത്തെ ടേമിൻ്റെയും വാല്യൂസ് നമ്മൾ ഈ √a² + b² മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതുണ്ടോ ax / √a² + b², അടുത്തത് by / √a² + b², അടുത്തത് c റൈറ്റ് സൈഡിൽ പോയപ്പോൾ -c ആയി. സോ -c / √a² + b². ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഈ പാർട്ടായിരിക്കും നമ്മുടെ x cos alpha, ഈ പാർട്ടായിരിക്കും നമ്മുടെ y sin alpha, ഈ പാർട്ടായിരിക്കും നമ്മുടെ p എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 3x + 4y - 12 = 0. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നത് √3² + 4² ആണ്, വിച്ച് ഇസ് √3² + 4² is √25, which is equal to 5. ഓക്കെ, അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? ഓരോ ടേംസിനെയും ഞാൻ ഈ 5 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3xനെ 5 വെച്ച് ഡിവൈഡ് ചെയ്തു, 4yനെ 5 വെച്ച് ഡിവൈഡ് ചെയ്തു, 12നെ 5 വെച്ച് ഡിവൈഡ് ചെയ്തു. സോ ലാസ്റ്റ് എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3/5x + 4/5y = 2.4 എന്നതാണ്. ഈ 2.4 ആണ് എൻ്റെ p. ഇത് x cos alpha, ഇത് y sin alpha. ഓക്കെ, അങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് ഫോർമുല എന്നുള്ള ടോപ്പിക്കിലേക്ക് പോകാം. ഡിസ്റ്റൻസ് ഫോർമുല എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, രണ്ട് ഫിക്സഡ് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുന്നത്. രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ പോയിൻറ്റിൻ്റെ x1, y1ഉം ഈ പോയിൻറ്റിൻ്റെ x2, y2 ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഫോർമുല ഈസ് x2 - x1 the whole square + y2 - y1 the whole square. ഓക്കെ, സോ രണ്ട് പോയിൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ രണ്ട് പോയിൻറ്റ് തന്നിട്ടുണ്ട്, 3, -2 ആൻഡ് -1, 4. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സപ്പോസ് ഇതാണ് x1, ഇത് y1, ഇത് x2, ഇത് y2. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എങ്ങനെ കാണാം? x2 - x1 the whole square, അതായത് -1 - 3 the whole square + 4 - -2 the whole square. ഈ x1ഉം x2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഏത് പോയിൻറ്റിനെ വേണമെങ്കിലും x1, y1 ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഇതിനെ തന്നെ x1 ആക്കണം, ഇതിനെ തന്നെ x2 ആക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ എന്ത് വരും?
-1 -3 എന്ന് വെച്ചാൽ -4 ആണ്. പ്ലസ് 4 മൈനസ് -2 എന്ന് വെച്ചാൽ 4 പ്ലസ് 4 മൈനസ് -2 എന്ന് വെച്ചാൽ 4 പ്ലസ് 2 എന്ന് വരും, അതായത് 6. സോ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ വിച്ച് ഇസ് റൂട്ട് ഓഫ് 16 പ്ലസ് 36 ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 52. റൂട്ട് ഓഫ് 52നെ നമുക്ക് 2 റൂട്ട് 13 എന്ന് എഴുതാം. കാരണം എന്താ, 2 × 2 × 13 ആണ് 52. ഓക്കെ, സോ 2നെ പുറത്തേക്ക് എടുത്തപ്പോൾ 2 സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തപ്പോൾ 2 എന്നായി. സോ 2 റൂട്ട് 13. ഓക്കെ, ഇത് സ്പെഷ്യൽ കേസസിനെ പറ്റി പറയാണ്. സപ്പോസ് എൻ്റെ ഒരു പോയിൻ്റ് ഒറിജിൻ ആണെന്ന് വെച്ചോ, 0,0യും x, y ഡിസ്റ്റൻസ് ആണ് എനിക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഇക്വേഷൻ എങ്ങനെയാവും, x2 - x1 the whole square അതായത് x - 0 the whole square പ്ലസ് y2 - y1 the whole square അതായത് y - 0 the whole square എന്നാവും അല്ലേ, വിച്ച് ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ അങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നത്. അതുപോലെ പോയിൻറ്റ്സ് ഓൺ ഹൊറിസോണ്ടൽ ലൈൻ, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനിലുള്ള 2 പോയിൻറ്റ്സ് തമ്മിൽ ഡിസ്റ്റൻസാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വൈൻ്റെ വാല്യൂ ഇവിടെ 3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 3 ആയിരിക്കും, ഇവിടെയും 3 ആയിരിക്കും. സോ വൈൻ്റെ വാല്യൂസ് കൺസിഡർ ചെയ്യേണ്ടി വരില്ല, x2 - x1 മാത്രം കണ്ടാൽ മതി. അതുപോലെ വെർട്ടിക്കൽ ലൈൻസിലുള്ള 2 പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ y2 - y1 എന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 0,0യിൽ നിന്നും, അതായത് ഒരു പോയിൻ്റ് 0,0 ആണ്, ഒരു പോയിൻ്റ് 6, -8 ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ വിച്ച് ഇസ് റൂട്ട് ഓഫ് 36 പ്ലസ് 64 which is equal to root of 100 which is equal to 10. അടുത്തത് ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് എന്ന് പറഞ്ഞിട്ട് 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ പെരിമീറ്റർ ആണ്, ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഈ 2 പോയിൻറ്റ്സ് കൊടുത്തിട്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാം. അപ്പം നമുക്ക് നമ്മുടെ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന 3 സൈഡ്സിൻ്റെ സമ്മ് ചെയ്താൽ നമുക്ക് നമ്മുടെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കിട്ടും. ഇതാ ഇവിടെ ഇപ്പോൾ എ എന്ന് പറയുന്നത് 2,3, ബി എന്ന് പറയുന്നത് 6,7, സി എന്ന് പറയുന്നത് 2,7 ആണ്. സോ ഈ 3 പോയിൻറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ കാണാം. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് എടുക്കുക. അതായത് ഇപ്പോൾ ആദ്യം എ ബി ഈ ഒരു ലൈനിൻ്റെ ഡിസ്റ്റൻസ് കാണാം വിച്ച് ഇസ് റൂട്ട് ഓഫ് x2 - x1. അതായത് സപ്പോസ് ഇത് x2, ഇത് x2, ഇത് x1 ആയിട്ട് വിചാരിക്കുക. സോ x2 - x1 6 - 2 the whole square പ്ലസ് 7 - 3 the whole square എന്ന് വരും. ഇതാണ് എൻ്റെ എ ബി. അടുത്തത് ബി സി. ബി സി എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 6 - 2 the whole square പ്ലസ് 7 - 7 the whole square എന്ന് വരും. അതുപോലെ സി എ കാണുകയാണെങ്കിൽ റൂട്ട് ഓഫ് 2 - 2 the whole square പ്ലസ് 7 - 3 the whole square എന്ന് വരും. ഓക്കെ, സോ 6 - 2 the whole square എന്താ, 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 പ്ലസ് 16 ഈക്വൽ ടു റൂട്ട് 32. ഇപ്പോൾ എ ബി എന്ന് പറയുന്നത് റൂട്ട് 32 ആണ്. ഇത് ബി സി എന്ന് പറയുന്നത് 6 - 2 എന്താ 4 സ്ക്വയർ 16, 7 - 7 എന്താ 0. സോ അത്രയേ ഉള്ളൂ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 16 എന്ന് വെച്ചാൽ 4 ആണ്. അതിൽ ഇവിടെ 2 - 2 0 ആണ്, 7 - 3 4 ആണ്. സോ 4ൻ്റെ സ്ക്വയർ 16 വിച്ച് ഇസ് ഈക്വൽ ടു 4. അപ്പോൾ എൻ്റെ ഒരു സൈഡ് 4, ഒരു സൈഡ് 4, വേറൊരു സൈഡ് റൂട്ട് 32. റൂട്ട് 32നെ എനിക്ക് 4 റൂട്ട് 2 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ 4 റൂട്ട് 2 പ്ലസ് 4 പ്ലസ് 4 വിച്ച് ഇസ് ഈക്വൽ ടു 8 പ്ലസ് 4 റൂട്ട് 2. ഇതാണ് എൻ്റെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. ഓക്കെ, അതായത് 3 സൈഡ്സും കാണാം, എന്നിട്ട് അതിനെ സമ്മ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടും. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ പോയിൻറ്റ്സ് A1, 2, B4, 6,
C7, 10 ലൈ ഓൺ എ സ്ട്രേറ്റ് ലൈൻ. 3 പോയിന്റ്സ് തന്നിട്ട് ഇത് സ്ട്രേറ്റ് ലൈനിൽ ലൈ ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 3 പോയിന്റ്സ് തന്നിട്ട് ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആണോ, അതോ ഇതൊരു ട്രയാങ്കിൾ ആണോ, ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണോ, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളിത് ചോദിക്കുന്നത്. അപ്പോൾ കൊളീനിയർ ആവണമെങ്കിൽ അതിനുള്ള, അല്ലെങ്കിൽ ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആവണമെങ്കിൽ അതിനുള്ള പ്രോപ്പർട്ടിയാണ് നിങ്ങൾ നേരത്തെ പോലെ തന്നെ എ ബി ബി സി എ സി കണ്ടുവയ്ക്കുക. എ ബി ബി സി എ സി തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ കണ്ടുവയ്ക്കുക. അപ്പോൾ ഏതെങ്കിലും രണ്ട് സൈഡ് ആഡ് ചെയ്തിട്ട് എനിക്ക് മൂന്നാമത്തെ സൈഡ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സപ്പോസ് എ ബി 5ഉം ബി സി 5ഉം എ സി 10ഉം ആണോ നോക്കുക. അല്ലെങ്കിൽ എ ബി 2, ബി സി 3, എ സി = 5 കിട്ടുന്നുണ്ടോ നോക്കുക. നമുക്ക് രണ്ട് സൈഡുകൾ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് മൂന്നാമത്തെ സൈഡ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കൊളീനിയർ ആണ്. ഓക്കെ, അതായത് ഈ 3 പോയിന്റ് ഈ എ ബി ബി സി എ സി എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് കിട്ടും, കൊളീനിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3 പോയിന്റ്സ് തന്നിട്ട് അത് കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡിസ്റ്റൻസുകൾ കാണുക. രണ്ട് ഡിസ്റ്റൻസുകൾ ആഡ് ചെയ്ത് മൂന്നാമത്തെ ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ടോ നോക്കുക. ഹിയർ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് ഡിസ്റ്റൻസ് ഫോർമുല ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നില്ലേ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 5ഉം 5ഉം 10ഉം ആണ് കിട്ടുന്നത്. സോ ക്ലിയർലി 5 + 5 10 ആണ്. അപ്പോൾ ഇത് കൊളീനിയർ ആണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒരു ട്രയാങ്കിൾ ആണ്. പക്ഷേ ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണ് എന്ന് ചോദിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ മൊത്തം 4 ടൈപ്പ് ട്രയാങ്കിൾസ് ആണുള്ളത്. ഐസോസിലസ് ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്കെലീൻ ട്രയാങ്കിൾ ആൻഡ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. സ്കെലീൻ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ നമ്മുടെ 3 സൈഡ്സും വേറെയാണ്. 1, 2, 3. ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. അങ്ങനെ 3 സൈഡ് ആവുന്നതാണ്, 3 മെഷർമെൻറ്റ് ആവുന്നതാണ് സ്കെലീൻ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 3 സൈഡും ഈക്വൽ ആണ്, ആ വേർഡ് പറയുന്ന പോലെ തന്നെ. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആയിരിക്കും. സപ്പോസ് ഇത് 3, ഇത് 3, ഇതൊരു 4 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 5 ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ. ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഏതെങ്കിലും 2 സൈഡിൻ്റെ സ്ക്വയർ ആഡ് ചെയ്താൽ മൂന്നാമത്തെ സൈഡിൻ്റെ സ്ക്വയർ എനിക്ക് കിട്ടണം. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കറിയാം 3² + 4² = 5² ആണ് അല്ലേ. കാരണം എന്താ, 3² 9 + 16 = 25 ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഏതെങ്കിലും 2 സൈഡ്സിൻ്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ സൈഡിൻ്റെ സ്ക്വയർ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ഞാനിത് 3 ട്രയാങ്കിൾസിൻ്റെയും എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരെണ്ണം മാത്രം ഞാൻ ചെയ്യാം, ബാക്കിയുള്ളത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 0,0, 4,0, C = 2√12 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഓരോന്നിനും ഡിസ്റ്റൻസ് കാണാം. എ ബി കാണാം. എ ബി = ഞാൻ സപ്പോസ് ഇതിനെ x1 ആയിട്ടും ഇതിനെ x2 ആയിട്ടും എടുക്കണേ. അപ്പോൾ x2 - x1² + y2 - y1² which is equal to √4² which is equal to 4. അടുത്തത് എ ബി സി. ഇതാണ് ബി, ഇതാണ് സി. അപ്പം ബി സി എന്താ, √2 - 4² + √12 - 0² 2 - 4² എന്താ, 2² തന്നെ. അടുത്തത് √12 - 0. √12 - 0ൻ്റെ ഹോൾ സ്ക്വയർ എന്താ, 12 which is 2ൻ്റെ സ്ക്വയർ 4. 4 + 12 എത്രയാ, 16. √16 which is equal to 4. അടുത്തത് എ ബി കണ്ടു, ബി സി കണ്ടു, ഇനി എ സി കാണാം. എ സി = √2 - 0² കണ്ടോ, ഇതാണ് സി, ഇതാണ് എ. 2 - 0² + √12 - 0². അപ്പോൾ 2 - 0 എന്താണ്, 2². അടുത്ത് √12 - 0ൻ്റെ സ്ക്വയർ എന്താ, 12 which is again √16 which is equal to 4. സി, അപ്പോൾ എ ബി എനിക്ക് 4 കിട്ടി, ബി സി എനിക്ക് 4 കിട്ടി, എ സി എനിക്ക് 4 കിട്ടി. 3 സൈഡും ഈക്വൽ ആണ് കിട്ടിയത്. സോ നിങ്ങളുടെ ഓപ്ഷൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും കറക്റ്റ്. ഓക്കെ,
അപ്പം അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ടെണ്ണം ഒന്ന് സ്വന്തമായി ചെയ്ത് നോക്കാം. സോ 2 പോയിൻറ്റ്സ് തന്നാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുലയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ടു ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം പോയിൻറ്റ് x0 y0 ടു എ ലൈൻ ax പ്ലസ് ബി വൈ പ്ലസ് സി. അതെ, നമ്മുടെ പ്ലെയിനിൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇങ്ങനെ ഒരു റാൻഡം ആയിട്ടൊരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിന്റിൽ നിന്നും ഞാൻ ഈ ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഫോർമുലയാണ് ഇത്. ഓക്കെ, ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് x0 y0. ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് ax പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഇത് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണിത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസിൻ്റെ വലിപ്പം കൂടും അല്ലേ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. സോ ഇതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്: ax0 പ്ലസ് ബി y0 പ്ലസ് സി ഇസ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അതായത് ഈ ലൈനിൻ്റെ ഇക്വേഷൻ അങ്ങനെ എടുത്ത് എഴുതുക. എന്നിട്ട് അവിടുത്തെ അവിടുത്തെ എക്സ് മാറ്റിയിട്ട് ഈ x0 എടുത്ത് എഴുതുക, y മാറ്റിയിട്ട് ഈ y0 എടുത്ത് എഴുതുക. ഫോർ എക്സാമ്പിൾ ഇതേ നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്, നമ്മുടെ ലൈന് തന്നിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ ലൈനിൻ്റെ കോർഡിനേറ്റ്സ് അങ്ങനെ എഴുതാം. അപ്പോൾ 4 പ്ലസ് 3 മൈനസ് 10. അടുത്തത് എക്സിൻ്റെ സ്ഥാനത്ത് ഈ 3 ഇട്ടു, വൈൻ്റെ സ്ഥാനത്ത് ഈ -2 ഇട്ടു. ഓക്കെ, ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ എന്താണ്? 4, ബി എന്താണ്? 3. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യാം. സോ സോൾവ് ചെയ്യുമ്പോൾ 4 × 3 12 കിട്ടും, പ്ലസ് 3 × -2 -6 കിട്ടും, -10 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 16 പ്ലസ് 9. അപ്പോൾ ഡിനോമിനേറ്റർ 5 ആണ്. അടുത്തത് ഇത് മോഡുലസിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്, കാരണം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് അല്ല. സോ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നെഗറ്റീവാണ് വരുന്നതെങ്കിലും നിങ്ങൾ ലാസ്റ്റ് അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് വേണം എഴുതാൻ, അതുകൊണ്ടാണ് മോഡുലസ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 12 - 6 - 10, അതായത് 12 - 26 വിച്ച് ഈസ് ഈക്വൽ ടു -4. -4ൻ്റെ പോസിറ്റീവ് +4, ഇത് 4/5. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് ഇപ്പോൾ ഒരു പോയിൻറ്റും ഒരു ലൈനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുലയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ജസ്റ്റ് 2 പാരലൽ ലൈൻസ് പോകുന്നുണ്ട്. ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്: c2 - c1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതായത് നിങ്ങളുടെ 2 പാരലൽ ലൈൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ 2x പ്ലസ് 3y പ്ലസ് ഈക്വൽ ടു 5. ഇത് അതുപോലെ 4x പ്ലസ് 6y ഈക്വൽ ടു 20. ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ പാരലൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? എക്സിൻ്റെയും വൈൻ്റെയും കോർഡിനേറ്റ്സ് ഈക്വൽ ആക്കണം. അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ 4x പ്ലസ് 6y ഈക്വൽ ടു 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 2x പ്ലസ് 3y ഈക്വൽ ടു 10 എന്ന് കിട്ടും അല്ലേ. അതെ, ഇങ്ങനെ കോഎഫിഷ്യൻസിനെ ആദ്യം ഈക്വൽ ആക്കി വെക്കുക. അതായത് എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസിനെ ഈക്വൽ ഫോമിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ. അതായത് നമ്മുടെ ഫോർമുല എങ്ങനെയാണ്? c2 - c1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതായത് 10 - 5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 10 - 5 ബൈ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈൻസ് ഇതൊക്കെയാണ്: 3x - 4y പ്ലസ് 5 ഈക്വൽ ടു 0. അത് 3x - 4y - 10 ഈസ് ഈക്വൽ ടു 0. നിങ്ങളിത് ചെയ്യുമ്പോഴേ എക്സ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ വേണം കേട്ടോ ഇത് ചെയ്യാൻ. ഓക്കെ, പക്ഷേ പാരലൽ ലൈൻസ് ആകുമ്പോൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി നമ്മുടെ കോഎഫിഷ്യൻസ് ഈക്വൽ ആണ്. സോ നമുക്ക് ഡിവൈഡോ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഇടാം. സോ c2 - c1, സപ്പോസ് ഇതാണ് എൻ്റെ 2, ഇതാണ് എൻ്റെ 1, ഐ മീൻ c2 ഇതാണ് c1 എന്ന് വെച്ചാൽ c2 - c1 എന്ന് വെച്ചാൽ എന്താണ്? -10 - 5 -10 - 5 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ദറ്റ് ഈസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ
അഗെയിൻ ഇപ്പോൾ ഇത്രയും നേരം ചെയ്തപ്പോൾ മനസ്സിലുണ്ടാവും 3² + 4² എന്തായാലും 5² ആയിരിക്കും. സോ ഡിനോമിനേറ്റർ 5, ന്യൂമറേറ്ററിൽ -10ഉം -5ഉം -15 ആണ് വരിക. ബട്ട് അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് വേണം എഴുതാൻ. സോ 15 / 5 which is equal to 3. ഓക്കെ ഓക്കെ ഇത് നിങ്ങൾ ജസ്റ്റ് ക്യാൻസൽ ചെയ്തോ. ഇത് ജസ്റ്റ് സർക്കിളിൻ്റെ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ അപ്പോൾ ഡിസ്റ്റൻസുകൾ കാണുന്നതിൻ്റെ 3 ഫോംസ് പറഞ്ഞു തന്നു. ഇനി മിഡ് പോയിൻറ്റ്സും ഇൻ്റർസെക്ഷൻസും ആണുള്ളത്. അതായത് 2 പോയിൻ്റ് തന്നാൽ അതിൻ്റെ മിഡ് പോയിൻ്റ് കാണാനുള്ള ഫോർമുലയാണിത്. സപ്പോസ് നമുക്ക് 2 പോയിൻ്റ് തന്നിട്ടുണ്ട്, x1 y1 x2 y2. ഈ 2 പോയിൻറ്റ്സിൻ്റെയും മിഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ എക്സ് ആൻഡ് വൈ വാല്യൂസ് കാണാനുള്ള ഫോർമുലയാണിത്. ഇതിൻ്റെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് x1 + x2/2 ആയിരിക്കും. അതുപോലെ വൈ വാല്യൂ എന്ന് പറയുന്നത് y1 + y2/2 ആയിരിക്കും. ഓക്കെ അപ്പോൾ ഇതാ 3,4ഉം 7,8 ആണ് കോർഡിനേറ്റ്സ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മിഡിൽ പോയിൻറ്റിൻ്റെ എക്സ് എന്ന് പറയുന്നത് 3 + 7/2 ആയിരിക്കും. അതായത് x1 + x2/2 വിച്ച് ഈസ് 3 + 7/2 എന്താ 10/2 which is equal to 5. അതുപോലെ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 + 8/2 which is 12/2 which is 6. സോ 5,6 ആണ് 3,4ൻ്റെയും 7,8ൻ്റെയും മിഡിൽ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്. ഓക്കെ അപ്പോൾ മിഡ് പോയിൻ്റ് കാണാൻ മാത്രമേ സിലബസിലുള്ളൂ. സെക്ഷൻ ഫോർമുല പറഞ്ഞിട്ടില്ല. സോ ജസ്റ്റ് അഡീഷണൽ ആയിട്ട് പറയുകയാണ്. വേണമെങ്കിൽ നോക്കിയാൽ മതി, ചോദിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ ഇതുപോലെ 2 പോയിൻ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ, x1ഉം y1ഉം x2ഉം y2. മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താ 1:1. ഇതിനെയാണ് നമ്മൾ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. സപ്പോസ് 1:2 ആയിട്ടുള്ള ഡിവൈഡ് ചെയ്യുന്ന പോയിൻ്റാണ് എനിക്ക് കാണേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ 1:2 എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഏകദേശം ഇത്രയും ഉണ്ടാവും. അതായത് ഇത് x1 y1 ഇത് x2 y2 ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ ഇതിനെ 1:2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം ഇവിടെ ആയിരിക്കും നമ്മുടെ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഈ എക്സ് വൈൻ്റെ കോർഡിനേറ്റ്സ് കാണാനുള്ള ഇക്വേഷനാണ് സപ്പോസ് m:n. ഇങ്ങനെയാണ് നമ്മളുടെ അടുത്ത് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സ് കാണാനുള്ള വാല്യൂ ഇക്വേഷനാണ് m × x2 + n × x1/m + n. അതുപോലെ വൈൻ്റെ കോർഡിനേറ്റ്സ് കാണാനുള്ള ഫോർമുല m × y2 + n × y1/m + n. ഓക്കെ അപ്പോൾ ഇതാ ഈ എക്സാമ്പിൾ വെച്ച് ചെയ്യാം. സോ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 2,3, ബി എന്ന് പറയുന്നത് 8,7. ഇതിനെ 2:3 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത്. അതായത് m = 2, n = 3. സോ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും m × x2 + n × x1/m + n. അതായത് 2 × 8 + 3 × 2/2 + 3. അതിൽ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് m × y2 + n × y1/m + n. അതായത് 2 × 7 + 3 × 3/2 + 3 which is equal to x എന്ന് പറയുന്നത് 4.4ഉം y എന്ന് പറയുന്നത് 4.6ഉം ആയിരിക്കും. ഓക്കെ ഇതിനെ 2:3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിൻ്റ് ഏകദേശം ഇവിടെ ആയിരിക്കും. ഇതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4.4, 4.6 ആയിരിക്കും. ഓക്കെ ഇൻ്റർസെക്ഷൻസിനെ പറ്റി നമ്മൾ കോർഡിനേറ്റ് ജോമെട്രീൻ്റെ ഞാൻ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓട്ടിച്ച് പോവാം. ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ 2 ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് ഇൻ്റർസെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 ലൈനും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലൈൻ, അതിൻ്റെ മുകളിൽ കൂടെ തന്നെ വേറെ ലൈൻ പോവുകയാണെങ്കിൽ അവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് ഉണ്ട് അല്ലേ. എല്ലാ പോയിൻറ്റ്സും ഇൻ്റർസെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. ഇനി അതുപോലെ ജസ്റ്റ് ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ആകെ ഒരു പോയിൻറ്റിലേ മീറ്റ് ചെയ്യുള്ളൂ. അതുപോലെ 2 പാരലൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും മീറ്റ് ചെയ്യില്ല. സോ നോ സൊല്യൂഷൻ. ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇൻ്റർസെക്ഷൻ കാണാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ ഇതൊക്കെ ഞാൻ കോർഡിനേറ്റ് ജോമെട്രീൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയിട്ട് നോക്കുക കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എങ്ങനെയാണ്, എലിമിനേഷൻ മെത്തേഡ് എങ്ങനെയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എക്സിൻ്റെ അല്ലെങ്കിൽ വൈൻ്റെ വാല്യൂ കാണും, എന്നിട്ട് അതിനെ അടുത്ത ലൈനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എലിമിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടിനെയും കൂടെ ഏതെങ്കിലും ഒരു ടേം എലിമിനേറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ കാണുന്നതാണ്. ഓക്കെ
ഓക്കെ. പിന്നെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ആ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ പാരലൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2 ആയിരിക്കും. കോയിൻസിഡൻറ്റ് ലൈൻസ് ആണെങ്കിൽ A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 ആയിരിക്കും. ആക്ച്വലി പാരലൽ ലൈൻസ് ഇങ്ങനെ അടുത്തടുത്ത് വന്ന് മീറ്റ് ആവുന്നതാണ് കോയിൻസൈഡിങ് ലൈൻസ്. ഓക്കെ. അപ്പോൾ കോയിൻസൈഡിങ് ലൈൻസ് ആക്ച്വലി കോയിൻസൈഡിങ് ലൈൻസിൻ്റെയും പാരലൽ ലൈൻസിൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസിൽ പാരലൽ ലൈൻസ് ഒന്നുമില്ല, കോയിൻസൈഡിങ് ലൈൻസ് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾ കോയിൻസൈഡിങ് ലൈൻസിനെ പാരലൽ ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ. ബട്ട് ആക്ച്വൽ കേസ് പാരലൽ ലൈൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2. അതിൽ കോയിൻസൈഡിങ് ലൈൻ ഇങ്ങനെ A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2. അടുത്തത് ഇൻ്റർസെക്റ്റിംഗ് അറ്റ് വൺ പോയിൻ്റ് ഉള്ള ലൈൻസ് ആണെങ്കിൽ A1/E2 നോട്ട് ഈക്വൽ ടു B1/B2 ആയിരിക്കും. അത് ഈ A1ഉം B1ഉം C1 എന്നൊക്കെ പറയുന്നത് എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസ് ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് A, ബിൻ്റെ കോഎഫിഷ്യൻ്റ് വൈൻ്റെ കോഎഫിഷ്യൻ്റ് B, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഭാഗം C. ഓക്കെ. സോ അതിൻ്റെ 3 എക്സാമ്പിളാണെന്ന് നോക്കാൻ ഞാൻ ഓൾറെഡി കോർഡിനേറ്റ് ജോമെട്രിയിൽ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, വിച്ച് ഇസ് പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. അതായത് നമ്മൾ ഇത്ര നേരം 2 ലൈൻസിനെ പറ്റി പറഞ്ഞു, അല്ല നമ്മൾ ലൈൻസിൻ്റെ ഇക്വേഷൻസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 2 ലൈൻസ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും, AX + BY + C = 0 പറഞ്ഞിട്ട് ഇതിനൊരു ഇക്വേഷൻ ഉണ്ടാവും. അതിൽ ഈ ലൈനിന് AX + BY + C = 0 പറഞ്ഞിട്ട് ഇതിന് വേറൊരു ഇക്വേഷൻ ഉണ്ടാവും അല്ലേ. ഈ 2 ഇക്വേഷൻസിനും കൂടെ ഒരുമിപ്പിച്ച് ഫോം ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഈ ഒരു ഫോമിൽ വരുന്ന പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ്റെ ഫോം ഇങ്ങനെ ആയിരിക്കും. AX² + 2HXY + BY² + 2GX + 2FY + C = 0. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷനിൽ വരുമ്പോൾ ഇത് ആക്ച്വലി ഒന്നില്ലെങ്കിൽ ഒരു പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊരു പാരബോളയുടെ ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊരു എലിപ്സിൻ്റെ ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊരു ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ഈ 5 എണ്ണത്തിൽ ഇത് ഏതിൻ്റെ ഇക്വേഷനാണ് എന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ X²ൻ്റെയും XYൻ്റെയും Y²ൻ്റെയും Xൻ്റെയും Yൻ്റെയും കോഎഫിഷ്യൻസും പിന്നെ ഈ കോൺസ്റ്റൻറ്റും എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണണം. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ. അപ്പം X² കോഎഫിഷ്യൻറ്റിനെ ഞാൻ A എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നു. XYൻ്റെ കോഎഫിഷ്യൻറ്റ് 2H എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആണെന്ന് വെച്ചോ. അപ്പോൾ XYൻ്റെ കോഎഫിഷ്യൻറ്റ് 4XY. ഇതാണ് എൻ്റെ XYൻ്റെ കോഎഫിഷ്യൻറ്റ്. നോക്കുക, XYൻ്റെ കോഎഫിഷ്യൻറ്റ് 4 ആണെങ്കിൽ Hൻ്റെ വാല്യൂ ഈക്വൽ ടു 4/2 ആയിരിക്കും. ഓക്കെ. ഓക്കെ, ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. ഈ ഇക്വേഷൻ നിങ്ങൾ വരുമ്പോൾ ഇങ്ങനെ തന്നെ വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ. XYൻ്റെ വാല്യൂവിനെ /2 ചെയ്യുമ്പോൾ നമുക്ക് H കിട്ടും. അതുപോലെ Y²ൻ്റെ വാല്യൂൻ്റെ കോഎഫിഷ്യൻ്റാണ് B. അപ്പോൾ G എന്ന് പറയുന്നത് Xൻ്റെ കോഎഫിഷ്യൻറ്റ് /2, F എന്ന് പറയുന്നത് Yൻ്റെ കോഎഫിഷ്യൻറ്റ് /2, C എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെ Aയും Hഉം Bയും Gയും Fഉം Cയും കാണണം. ഓക്കെ. അങ്ങനെ കണ്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണണം. ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ ഇങ്ങനെ തന്നെ വേണം എഴുതാൻ. ആദ്യം A, പിന്നെ ഇവിടെ B, ഇവിടെ C, പിന്നെ ഇവിടെ H, ഇവിടെ H, ഇവിടെ G, ഇവിടെ G, ഇവിടെ F, ഇവിടെ F. എന്നിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടിട്ട് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ നോക്കാം. ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊരു പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, അല്ലെങ്കിൽ ഇത് പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ല. പിന്നെ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ 2 ഡിസ്റ്റിങ്ക്റ്റ് ലൈനാണോ അതോ കോയിൻസൈഡിങ് ലൈനാണോ അതോ ഇമാജിനറി ലൈനാണോ എന്ന് എങ്ങനെ അറിയും എന്നുള്ളതാണ്. അപ്പോൾ H² > AB ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 2 ഡിസ്റ്റിങ്ക്റ്റ് ലൈനാണ്, അതായത് 2 വേറെ വേറെ ലൈനാണ്. H² = AB എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിങ്ങനെ കോയിൻസൈഡിങ് ലൈനാണ്. അടുത്തത് H² > AB എന്നാണെങ്കിൽ അത് ഇമാജിനറി ലൈനാണ്, നമുക്കത് വരയ്ക്കാൻ കിട്ടില്ല. ഓക്കെ. അടുത്തത് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. ഇതേപോലെ നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ട് അതിന് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഫോർമുലയാണ് tan θ = 2√h² - AB/A + B. θ = tan ഇൻവേഴ്സ് 2√h² - AB/A + B. നിങ്ങൾക്ക് tan ഇൻവേഴ്സ് കാണാനൊന്നും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല.
ഈ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻവേഴ്സ് വാല്യൂവിനെ പറ്റി മനസ്സിലാവും. ബട്ട് ആക്ച്വലി ടാൻ തീറ്റ ഈക്വൽ ടു ഇങ്ങനെ കാണാൻ തന്നെ വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല പഠിക്കാം. അതുപോലെ ഇങ്ങനെ നമ്മുടെ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ്. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിൻ്റെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് h ഇൻറ്റു എഫ് മൈനസ് ബി ജി ബൈ എ ബി മൈനസ് എച്ച് സ്ക്വയർ ആയിരിക്കും. അതുപോലെ അതിൻ്റെ വൈ വാല്യൂ എന്ന് പറയുന്നത് ജി ഇൻറ്റു എച്ച് മൈനസ് എ എഫ് ബൈ എ ബി മൈനസ് എച്ച് സ്ക്വയർ. ഓക്കെ, ഇതൊക്കെ കാണാതെ പഠിക്കണം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ജനറൽ ഇക്വേഷൻ തന്നാൽ അതൊരു പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്: 2y² മൈനസ് 2y² മൈനസ് എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 6x മൈനസ് 8 ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ ഒരു പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എ ബി എച്ച് ജി എഫ് സി ഇതിൻ്റെയൊക്കെ വാല്യൂസ് എഴുതി വെക്കണം. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താ? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് -1 ആണ്. അതായത് അടുത്തത് ബീൻ്റെ എന്ന് പറയുമ്പോൾ വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. അടുത്തത് എച്ച് എന്ന് പറയുമ്പോൾ എക്സ് വൈൻ്റെ കോഎഫിഷ്യൻറ്റ് ഡിവൈഡ് ബൈ 2 വിച്ച് ഇസ് -1 ഡിവൈഡ് ബൈ 2 വിച്ച് ഇസ് -1/2. അതായത് ജി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഡിവൈഡ് ബൈ 2. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 6 ആണ്. സോ 6 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 3. അടുത്തത് എഫ് എന്ന് പറയുന്നത് വൈൻ്റെ കോഎഫിഷ്യൻറ്റ് ഡിവൈഡ് ബൈ 2. അപ്പോൾ വൈൻ്റെ ടേം ഇവിടെ ഇല്ല. സോ എഫ് ഇസ് ഈക്വൽ ടു 0. അടുത്തത് സി എന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം ആണ് വിച്ച് ഇസ് -8. ഓക്കെ, അപ്പോൾ എ എച്ച് ജി എഫ് ബി ആൻഡ് സി കിട്ടിയെന്ന് വെച്ചാൽ ഇതിനെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. അതായത് -1, അടുത്തത് ബി 2, അടുത്തത് സി -8, അടുത്തത് എച്ച് -1/2, അടുത്തത് ജി 3, അടുത്തത് എഫ് 0. ഓക്കെ, ഇതെല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിറ്റർമിനൻറ്റ് കാണണം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് കാണാൻ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കാണാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എ എച്ച് ജി എച്ച് ബി എഫ് ജി എഫ് സി ഇതല്ലേ നമ്മുടെ ഡിറ്റർമിനൻറ്റ് കാണേണ്ട സാധനം. ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കാണാമെന്ന് വെച്ചാൽ എ ഇൻറ്റു ബി ഇൻറ്റു സി മൈനസ് എഫ് ഇൻറ്റു എഫ്. അതായത് എ എടുക്കുക, എന്നിട്ട് എൻ്റെ റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക. ബി ഇൻറ്റു സി മൈനസ് എഫ് ഇൻറ്റു എഫ്. മനസ്സിലായോ? ഓക്കെ, അടുത്തത് മൈനസ് എച്ച് ഇൻറ്റു സി മൈനസ് എഫ് ഇൻറ്റു ജി. ഓക്കെ, അതായത് എച്ച് ഇൻറ്റു ഇതാ എച്ച് വരുന്ന റോയും കോളം ഒഴിവാക്കുക, ബാക്കിയുള്ളത് ചെയ്യുക. എച്ച് ഇൻറ്റു സി മൈനസ് എഫ് ഇൻറ്റു ജി. മനസ്സിലായോ? അടുത്തത് പ്ലസ് ജി ഇൻറ്റു എച്ച് ഇൻറ്റു എഫ് മൈനസ് ബി ഇൻറ്റു ജി. എച്ച് ഇൻറ്റു എഫ് മൈനസ് ബി ഇൻറ്റു ജി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനൻറ്റ് കാണുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ആയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു യൂട്യൂബ് ട്യൂട്ടോറിയൽ എന്തെങ്കിലും ഒന്ന് കാണാം. കാരണം ഡിറ്റർമിനൻറ്റ്സ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനില്ല, LBS ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഡിറ്റർമിനൻറ്റ് കാണാൻ പോണ്. സോ ആസ് ഐ സെഡ് എ ഇൻറ്റു 2 ഇൻറ്റു -8 മൈനസ് 0 ഇൻറ്റു 0. അപ്പോൾ -1 ഇൻറ്റു 2 ഇൻറ്റു -8 മൈനസ് 0 ഇൻറ്റു 0. ഓക്കെ, ഇതാണ് ആദ്യത്തെ ടേം. അടുത്തത് മൈനസ് ഓഫ് എച്ച് ഇൻറ്റു -1/2 ഇൻറ്റു -8
മൈനസ് 0 ഇൻറ്റു 3. ഇത് മൈനസ് ഓഫ് മൈനസ് 2 ഇൻറ്റു 1/2 ഇൻറ്റു മൈനസ് 1/2 ഇൻറ്റു മൈനസ് 8 മൈനസ് 3 ഇൻറ്റു 0. ഓക്കെ, അടുത്തത് 3 ഇൻറ്റു മൈനസ് 1/2 ഇൻറ്റു 0 മൈനസ് 1/2 ഇൻറ്റു 0 മൈനസ് 2 ഇൻറ്റു 3 ഇൻറ്റു 2. ഓക്കെ, ഇതിലേക്ക് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് 18 മൈനസ് 18 ഈക്വൽ ടു 0 കിട്ടുന്നുണ്ട്. സോ ഇതെന്താണ്? പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻ ആണ്. ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടെങ്കിൽ പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻസ് ഒന്ന് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് 3x² പ്ലസ് 10xy പ്ലസ് 8y². ഓക്കെ, ഇതെന്താണ്? ഒരു പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ അല്ലേ? അപ്പോൾ അതിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ കാണാനുള്ള ഫോർമുലയാണ് 2 ഇൻറ്റു x² മൈനസ് AB ബൈ A പ്ലസ് B. ഓക്കെ, അപ്പോൾ A എന്താണ്? 3, B എന്താണ്? 8, H എന്താ? XYൻ്റെ കോഎഫിഷ്യൻറ്റ് ഡിവൈഡ് ബൈ 2, അതായത് 5. സോ എയും ബിയും എച്ചും കിട്ടി. ഈ ഫോർമുലയിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തു. 2/11. ഓക്കെ, അടുത്തത് ഷോ ദാറ്റ് ദ ലൈൻ റെപ്രസെൻറ്റഡ് ബൈ x² പ്ലസ് 5xy പ്ലസ് 6y² ഈക്വൽ ടു റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഞാൻ പറഞ്ഞു, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ലൈൻസ് ആണെങ്കിൽ h² ഗ്രേറ്റർ ദാൻ AB ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് 1 ആണ്, B എന്ന് പറയുന്നത് 6 ആണ്, H എന്ന് പറയുന്നത് 5/2 ആണ്. സോ 5/2 സ്ക്വയർ ഗ്രേറ്റർ ദാൻ A ഇൻറ്റു B, 1 ഇൻറ്റു 6 ആണെങ്കിൽ ഇതൊരു എന്താണ്? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ 5/2ൻ്റെ സ്ക്വയർ എത്രയാണ്? 25/4 ഗ്രേറ്റർ ദാൻ 6 ആണോ നോക്കണം. 25/4 എന്ന് പറയുന്നത് 1/4 എന്നാണ് തന്നിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. 25/4 6നെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുമ്പോൾ -6 ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. അപ്പോൾ 25/4 -6 എന്ന് പറയുമ്പോൾ എന്താ? 25 മൈനസ് 24/4. കറക്റ്റ്, ഗ്രേറ്റർ ദാൻ 0 വിച്ച് ഇസ് 1/4 ഗ്രേറ്റർ ദാൻ 0. സോ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇത് ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് ഇവിടെ വരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 2 ഡിസ്റ്റിങ്ക്റ്റ് ലൈൻസ് ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് 0യുമായി ഗ്രേറ്റർ ദാൻ എന്നാണ് വന്നത്. 0 ആയിട്ട് ഈക്വൽ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അത് കോയിൻസൈഡിങ് ലൈൻസ് ആയിട്ടുണ്ടാവും. അതുപോലെ ലെസ് ദാൻ 0 എന്നാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇമാജിനറി ലൈൻസ് ആയിട്ടുണ്ടാവും. ഓക്കെ, ലൈക്ക് ഇതേ സാധനത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? h² മൈനസ് AB ഗ്രേറ്റർ ദാൻ 0. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? h² മൈനസ് AB ഈക്വൽ ടു 0. ഇതിനെ h² മൈനസ് AB ലെസ് ദാൻ 0 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ജസ്റ്റ് ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്റ്റിംഗിൻ്റെ ക്വസ്റ്റ്യൻ തന്നില്ലേ? 2 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് മോശമായി. ലൈക്ക് ഇത് നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് മാത്സ് അറിയാത്തതുകൊണ്ട് ഡിഫറൻസിയേഷൻ അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങളിത് നോക്കണ്ട. ഡിഫറൻസിയേഷൻ അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഫോർമുല പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ് ജോമെട്രിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.